മലയാളത്തിൽ ചെറുതായിട്ടൊന്ന് ഫീൽഡ് ഔട്ട് ആയപ്പോൾ മറ്റുള്ള ഭാഷകളിൽ പോയി ടിപ്പിക്കൽ കോമാളി റോളുകൾ ചെയ്ത് ഊക്ക് എരന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മേട്ടന്റെ ഇപ്പോഴത്തെ ഹോബി. എന്നിട്ട് അതിന് പുള്ളി പറയുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ അത് പുള്ളിയെ തേടി വരുന്ന, പുള്ളിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന റോളുകളാണ് മലയാളത്തിന് നൽകുന്ന ഒരു വാല്യൂ ആണ് എന്നൊക്കെയാണ്. ഈ റെട്രോയിലെ കോമാളി ഡോക്ടർ റോളും ഗെയിം ചേഞ്ചറിലെ കോമാളി പൊളിറ്റീഷ്യൻ റോളും ഗോട്ടിലെ റോളും ഒക്കെ ഏത് വകയിലാണ് മലയാളികൾക്ക് അഭിമാനിക്കാനുള്ളതെന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. പുള്ളി അന്യഭാഷയിൽ പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. നമ്മുടെ നല്ലൊരു ആക്ടർ വേറൊരു ഭാഷയിൽ പോയി സ്കോർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷേ മേട്ടൻ സ്കോർ ചെയ്യുകയല്ല ചെയ്യുന്നത്, പല സിനിമകളിലും കോമാളി വേഷം കെട്ടി നാണം കെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു കാലത്ത് മലയാളികളുടെ കുടുംബത്തിലെ ഒരാൾ തന്നെ ആയിരുന്നു ജയറാം സിനിമകൾക്ക് ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു വിലയൊക്കെ വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല, ഇനി കിട്ടാനും പോകുന്നില്ല. മേലെപ്പറമ്പിൽ ആൺവീടും കഥാനായകനും അപ്പൂട്ടനും സമ്മറിൻ ബത്ലഹീമും പട്ടാഭിഷേകം, വൺ മാൻ ഷോ, ഷാർജ ടു ഷാർജ, മനസ്സിനക്കരെ, അങ്ങനെ എണ്ണിയാൽ തീരാത്തത്രയും സിനിമകളും കഥാപാത്രങ്ങളും ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള ആളാണ് മറ്റുള്ള ഭാഷകളിൽ പോയി കോമാളി വേഷം കെട്ടുന്നതെന്ന് ആലോചിച്ചിട്ട് വിഷമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ളതാണ് ഗെയിം ചേഞ്ചറിലെ ആ റോള്. തെലുങ്കിലെ കൊമേഡിയൻസ് പോലും ചെയ്യാൻ മടിക്കുന്ന അത്രയും മൂള ക്യാരക്ടറാണ് ഒരു കാലത്ത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കൂടെ പേര് പറഞ്ഞിരുന്ന ജയറാമേട്ടൻ ചെയ്തത്. അതിലൊന്നും പുള്ളിക്ക് റിഗ്രറ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കണ്ടു വളർന്ന ജയറാമേട്ടൻ ഇങ്ങനെയൊന്നും അല്ല എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു. ഇപ്പൊ കാന്താര 2-ൽ ജയറാമേട്ടൻ ഉണ്ടെന്ന് കേട്ടപ്പോഴും ഒന്നുകിൽ സ്ഥിരം കോമാളി റോള് അല്ലെങ്കിൽ ഒരു ഡെത്ത് സ്റ്റാർ, ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തുള്ളൂ. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇത്രയും വലിയൊരു സിനിമയിൽ, അതും ഇന്ത്യ മുഴുവൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വേഷങ്ങൾ ഒന്ന് തന്നെയാണ് ജയറാമേട്ടന് കിട്ടിയത്. ആദ്യമായിട്ട് പുള്ളി വേറൊരു ഭാഷയിലെ സിനിമയെ കണ്ടിട്ട് ഇത് ഞങ്ങളുടെ ജയറാമേട്ടൻ ആടാ എന്ന് വിളിച്ച് പറയാൻ തോന്നി. അത്രയ്ക്ക് കിടന്ന റോളായിരുന്നു, അത്രയ്ക്ക് കിടന്ന പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ടെങ്കിലും ഇനിയുള്ള ഫിലിം മേക്കേഴ്സ് ബാക്കിയുള്ള ഭാഷകളിലേക്ക് പുള്ളിയെ വിളിക്കുമ്പോൾ പുള്ളിയുടെ കാലിബറിനനുസരിച്ചുള്ള, പുള്ളിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള, പുള്ളിയുടെ നടനെ കൺസിഡർ ചെയ്യുന്ന ഒരു റോള് കൊടുക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ആക്ച്വലി ഒരുപാട് അന്യഭാഷ സിനിമകളിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, പുള്ളിയുടെ പെർഫോമൻസിന്റെ ആ ഒരു വാല്യൂ മനസ്സിലാക്കി, പുള്ളിക്ക് ആപ്റ്റ് ആയിട്ടുള്ള, പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റോള് കിട്ടിയത് കാന്താര 2-ൽ മാത്രമാണ്. ആൻഡ് ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകുക. അതിൽ ജയറാമേട്ടന്റെ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയാണ്, ക്യാരക്ടറും ഭയങ്കര അടിപൊളിയാണ്. ഇതാണ് ജയറാമേട്ടൻ അന്യഭാഷകളിൽ പോയി ചെയ്തിട്ട് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കഥാപാത്രവും സിനിമയും.